ഹേ ഗൈസ്, അപ്പോൾ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ, അതായത് ICTയും റീറ്റെയിൽ മെത്തേഡും കൈൻഡ് ഓഫ് സെയിം ആണെന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോയിൽ ഇന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കമൻസ് കാര്യങ്ങൾ ഇൻട്രാക്ഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അത് മേ ബി ഈ പറയുന്ന പോലെ ICT യൂസ് ചെയ്യുന്ന ഒരാളാവാം, ആളുടെ ഇന്നർ ഫീലിംഗ് ഹർട്ടായിട്ടുണ്ടാവാം, വാട്ടെവർ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ ആണെങ്കിലും ആരെയും പേഴ്സണലി ഹർട്ട് ചെയ്യാനോ മെൻഷൻ ചെയ്തിട്ടോ അല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്ന് ആ ഒരു സംഭവം നടന്നപ്പം ഞാനിവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പീപ്പിൾ ആർ നോട്ട് അവെയർ. ഓക്കെ, അതായത് നിങ്ങൾ ഓവറായിട്ട് മാർക്കറ്റിനെ കോംപ്ലിക്കേറ്റഡ് ആക്കി കാണുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ലൈക്ക് ഇപ്പോൾ ICT, SMC, ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് പൊങ്ങി വരുന്ന പേരുകളാണിത്, അല്ലേ? ഇപ്പോൾ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കോഴ്സ് എടുക്കാൻ പോയാലും അവിടെ ആദ്യം പറയുന്ന രണ്ട് വാക്കുകൾ ഞങ്ങൾ ICT ആണ് അല്ലെങ്കിൽ SMC ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലേ? SMC, ICT, ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ്, ലൈക്ക് ദാറ്റ്. ഇങ്ങനെ കുറേ വെറുതെ ലൈക്ക് ഈ നമ്മുടെ വുൾഫ് ഓഫ് വാൾ സ്ട്രീറ്റിൽ പറയുന്ന പോലെ ഇതെല്ലാം ജസ്റ്റ് ഫുഗാസീസ് ആണ്. ഓക്കെ, അതായത് ബേസിക് മാർക്കറ്റ് പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിലും മേ ബി കുറേ ആൾക്കാർക്കെങ്കിലും അതിൻ്റെ കോർ കണ്ടൻറ്റ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ എക്സാമ്പിൾ ആയിരിക്കാം മേ ബി ആ ഒരു കമൻസിൽ നമ്മളിന്ന് കണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പുള്ളി കമൻസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് പോയി. അതുകൊണ്ട് നമുക്കതിന് ഒഫീഷ്യൽ റിപ്ലൈസ് കൊടുക്കാൻ പറ്റത്തില്ല. സോ ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ആ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യം. ഓക്കെ, ഇത്രയും കോംപ്ലക്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അൽഗോരിതമിക് ട്രേഡിംഗ് ആണ് എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ICT, അല്ലേ? പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഇത് കണ്ടുപിടിച്ച ആൾ തന്നെ റോബിൻ കപ്പ് ഫെയിലായി, പുള്ളി തന്നെ സക്സസ്ഫുൾ അല്ല എന്നുള്ള കാര്യം വേൾഡ് വൈഡ് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം ഇത്രയും കോംപ്ലക്സ് തിയറീസ് പഠിച്ച് ട്രേഡ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടോ? അതോ വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്താൽ മതിയോ? ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇതാണ്. അതായത് ആൾക്കാർ ഓവർ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാർക്കറ്റിനെ കാണുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട്സ് ഒക്കെ വെച്ച് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരും മാർക്കറ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഡയറക്റ്റ്ലി നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. എന്താണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ലൈക്ക് എന്താണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടൊന്ന് മെൻഷൻ ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് ആ ഒരു രണ്ട് മെത്തേഡും ജസ്റ്റ് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് ഇതിൽ ഞാൻ പറയാൻ പോകുന്നതെല്ലാം ഭയങ്കര സ്പൂൺ ഫീഡിങ് എന്ന രീതിയിൽ തന്നെ ആയിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അതായത് ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ക്രിസ്പായിട്ട് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഞാൻ ICT എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ICTയിലെ MSS, അതായത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ പോവാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നത് ഈ ICT സ്ട്രാറ്റജിയിലെ MSS ഫോം ആകുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഷോർട്ട് ടൈം ഹൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ രണ്ട് ഷോർട്ട് ടൈം ഹൈസ് കാണാം, ചെറിയ ഹൈസ്. അതിൻ്റെ മിഡിലിൽ വരുന്ന ഇൻ്റർമീഡിയറ്റ് ഹൈ അല്ലെങ്കിൽ എന്താണ് ഒരു ലോങ് ടൈം ഹൈ. ഓക്കെ, അപ്പം ഇതാണ് ആ മൂന്ന് ഹൈസ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ എന്താണ് അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലോങ് ടൈം ഹൈ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്യത്തില്ല, അത് വീണ്ടും ബ്രേക്ക് ചെയ്യാൻ, അതായത് മുകളിലോട്ട് പോയി ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ആർ ലെസ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, മാർക്കറ്റ് വീണ്ടും താഴോട്ട് തന്നെ ബ്രേക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനാണ് നമ്മൾ MSS ഇൻ ടേംസ്, ICT ടേംസിൽ പറയുന്നത്, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ആ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ആ സിമ്പിൾ ഒരു കാര്യമാണ് MSS, MS എന്നുള്ള കോംപ്ലക്സ് ടേംസിൽ ICT എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫൈൻ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ആ ഒരു ഷിഫ്റ്റ് കിട്ടി. ഷിഫ്റ്റ് മീൻസ് ആ ഒരു സ്ട്രക്ചർ ബ്രേക്കായി. ഓക്കെ, അപ്പോൾ ഈ സ്ട്രക്ചർ ബ്രേക്ക് ആയതിൻ്റെ കൂട്ടത്തിൽ നമുക്കിവിടെ ഞാൻ ആ ഒരു ഗ്രീൻ ബോക്സിൽ വരച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രേക്കർ ബ്ലോക്ക് എന്നൊരു കോൺസെപ്റ്റ് ICTയിലുണ്ട്. ഓക്കെ, അതായത് പ്രീവിയസ്ലി ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സപ്ലൈ ഏരിയ മാർക്കറ്റ് അഗ്രസീവായിട്ട് ബ്രേക്ക് ചെയ്യുക. ഇപ്പോൾ ഓർഡർ ബ്ലോക്ക് ആവാം, ഒരു സപ്ലൈ ഏരിയ ആവാം, വാട്ടെവർ. ഓക്കെ, അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് റിട്ടേൺ വരുമ്പോൾ അവിടെ നമുക്ക് സെല്ലെടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഞാനിവിടെ ക്ലിയർ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ആ ഒരു ബ്രേക്കർ ബ്ലോക്ക് ഇവിടെ ഉണ്ടെന്ന് കരുതുക. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. ഈ ഒരു സോണിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഞാൻ ട്രേഡ് എടുക്കുന്നത്. അതായത് വീണ്ടും എന്ത് ചെയ്തു, മാർക്കറ്റ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് താഴെ പോയിട്ട് തിരിച്ച് കയറി വന്നിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും ഞാൻ സെല്ല് ചെയ്യും. ഓക്കെ, അപ്പോൾ എൻ്റെ ട്രേഡ് അങ്ങോട്ടാണ് പോകുന്നത്, താഴോട്ടാണ് പോകുന്നത്, അല്ലേ? അപ്പോൾ ഞാൻ സെല്ലാണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ഇതാണ് ICTയുടെ MSS അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിൻ്റെ കോൺസെപ്റ്റ്. ഇനി നേരെ നമുക്ക് റീറ്റെയിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺസിലോട്ട് വരാം. ഓക്കെ, അതായത് പാവങ്ങൾ ട്രേഡ് ചെയ്യുന്ന പാറ്റേൺ. അപ്പോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നിങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ കാണാൻ രണ്ട് സെയിം ആണെന്നുള്ളത് ഇവിടെ നോക്കാം. ഇവിടെയും നമുക്ക് രണ്ട്
ചെറിയ ഹൈസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ മറ്റേതിൽ നമ്മൾ ഷോർട്ട് ടൈം ഹൈസ് എന്ന് പറഞ്ഞു, ഇതിനെന്ത് പറയും? നമ്മൾ ഷോൾഡേഴ്സ് എന്ന് പറയും. ഇതിലും മുകളിലൊരു ഹൈ ഉണ്ട്, ഇതിനെ നമ്മൾ ഹെഡ് എന്ന് പറയും. മറ്റേതിൽ നമ്മൾ എന്ത് പറഞ്ഞു? ലോങ് ടൈം ഹൈ എന്ന് പറഞ്ഞു. ഫൈൻ. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ കീ ലെവലായിട്ടാണ് ഈ രണ്ട് ലെവൽ, അതായത് ഈ താഴോട്ട് വന്ന് തിരിച്ച് പോകുന്ന ലെവൽസ് ഉണ്ടല്ലോ, ഈ ലെവൽസിനെ നമ്മൾ കണക്കാക്കുന്നത് ഈ പാറ്റേൺ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുമ്പോൾ. അപ്പോൾ തിരിച്ച് മാർക്കറ്റ് വൺസ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, അതായത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഈ ലെവലിലോട്ട് വരുമ്പോൾ, കീ ലെവലിലോട്ട് വരുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുന്നു. അതാണ് എന്ത് പറയുന്നത്? ബ്രേക്ക് ഔട്ട് ആൻഡ് റീടെസ്റ്റ് എന്ന് ആ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ അപ്ലൈ ചെയ്യുമ്പോൾ ബ്രേക്ക് ഔട്ട് ആൻഡ് റീടെസ്റ്റ് എൻട്രീസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രണ്ടിലും നിങ്ങൾ ജസ്റ്റ് നോക്കുക എന്താ സംഭവിച്ചതെന്നുള്ളത്. അതായത് മാർക്കറ്റ് ഫസ്റ്റ് ബ്രേക്ക് ഡൗൺ ആയി താഴോട്ട്, അല്ലേ, അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടായി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? റീടെസ്റ്റ് ചെയ്തു തിരിച്ച് ആ വാലിഡ് ആയിട്ടുള്ള സോണിലെത്തി. എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്തു? ഒരു സെൽ എൻട്രി എടുത്തു, ഷോർട്ട് ചെയ്തു. ഫൈൻ. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ആയി, താഴോട്ട് പോയി. അത് കഴിഞ്ഞ് റീടെസ്റ്റ് ചെയ്തു, അല്ലേ. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഷോർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് തന്നെ നിങ്ങൾ തന്നെ പറയുക ഇതിൽ രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം. യൂസ് ചെയ്യുന്ന ടേംസ് എന്നുള്ള കാര്യമല്ലാതെ വേറെ എന്താണ് വ്യത്യാസം? പിന്നെ കോൺസെപ്റ്റിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് മറ്റേത് നമ്മളൊരു ബ്രേക്കർ ബ്ലോക്ക് അല്ലെങ്കിൽ ആ ഒരു സപ്ലൈ OB കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും എക്സിക്യൂഷൻ നടത്തുന്നത്. അത് ഇറ്റ് ഡിപ്പെൻസ്, മുകളിലും താഴെ വരുന്നതനുസരിച്ച് സപ്ലൈ ഡിമാൻഡായിട്ട് മാറി മാറി വരാം. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? പ്യുവർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. ഓക്കെ, പക്ഷേ ഇത് ഏതോ ഒരു സിനിമയിൽ പറയുന്ന പോലെ ഇവർ തമ്മിൽ പ്രഥമ ദൃഷ്ടിയാൽ അകൽച്ചയിലാണെങ്കിലും അന്തർധാര സജീവമാണ്. അതാണ് സത്യം. അപ്പം ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വാദിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലും കമൻറ്റ് ചെയ്യാം, ഈ ലൈൻ ചാർട്ട് വരച്ച് അല്ലെങ്കിൽ പടം വരച്ച് കാണിച്ച് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമാണ്. ശരി, വേണ്ട, നമുക്ക് ചാർട്ടിൽ ഒരു 3 എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാൻ പെട്ടെന്ന്. അപ്പോൾ ഞാൻ അവിടെ വരച്ച് വെച്ചിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഞാനിവിടെ ഓൾറെഡി ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ആ ഒരു ലൈൻ ചാർട്ട് ഫസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ഇതെന്താണ്? ആ റെഡിൽ പോകുന്നത് നമ്മുടെ ഇത് മാർക്കറ്റ് സ്ട്രക്ചർ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഹെഡ് ആൻഡ് ഷോൾഡർ ആവാം. രണ്ടാണെങ്കിലും സെയിം ആണ്, രൂപത്തിൽ സെയിം ആണ്. ഇനി കോൺസെപ്റ്റ് വെച്ചാണെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇവിടെ ബ്ലൂവിൽ വരച്ചിട്ടുണ്ട്. അതായത് നമ്മളിവിടെ ബ്ലൂവിൽ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ ബ്ലൂ ആണ്, ഇതിൻ്റെ എന്താണ്? ICTയുടെ എന്താണ്? ഗ്രീൻ ആണ്. അപ്പോൾ ഞാൻ രണ്ടും ഇവിടെ വരച്ചിട്ടുണ്ട്. ഗ്രീൻ ബ്രേക്കർ ബ്ലോക്ക് വരുന്ന ഏരിയ ഞാൻ വരച്ചിട്ടുണ്ട്, അതുപോലെ നമ്മുടെ സപ്പോർട്ട് വരുന്ന ബ്ലൂ നേരെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചാർട്ട് ഒന്ന് ഓണാക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ചാർട്ട് കാണാം. ചാർട്ടിൽ പ്രോപ്പറായിട്ട് പാറ്റേണും ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ പറയുന്ന കാര്യം സംഭവിച്ചിട്ടുണ്ട്. എന്താണ്? ലോ ബ്രേക്ക് ചെയ്തു, അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് സംഭവിച്ചു. ഇനി അടുത്ത എന്താ സംഭവിക്കേണ്ടത്? റീടെസ്റ്റ് സംഭവിക്കണം. റീടെസ്റ്റ് സംഭവിച്ചാൽ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യും? ഈ സപ്പോർട്ട് നോക്കി ഇരിക്കും. രണ്ടാമത്തെ ആളാണെങ്കിൽ ഈ ഒരു ബ്രേക്കർ ബ്ലോക്ക് നോക്കിയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആളെ നമ്മൾ പറയും ഓക്കെ അയാൾ സിമ്പിളാണ്, റീറ്റെയിൽ മൈൻഡ് സെറ്റാന്ന് പറയും. രണ്ടാമത്തെ ആളെ നമ്മൾ പറയും കോംപ്ലക്സ് ആണ്, ICT വാട്ടെവർ എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് നോക്കാം. മാർക്കറ്റ് റീട്രേസ് ആയി. ഓക്കെ, റീട്രേസ് ആയി, സെൽ ഓഫ് ആയി, അല്ലേ. അപ്പോൾ ഇവിടെ ട്രേഡ് എടുത്ത ആൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ട്രേഡ് കിട്ടിയിട്ടുണ്ട്. വാട്ടെവർ ദ കോൺസെപ്റ്റ് ഈസ്, അവിടെ എന്താണ് അയാൾ യൂസ് ചെയ്തത്? രണ്ടുപേർക്കും ട്രേഡ് കിട്ടിയിട്ടുണ്ട്, അല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുന്നത്. കോംപ്ലക്സ് ആയിട്ടുള്ള തിയറീസിലല്ല കാര്യം. നിങ്ങൾ എങ്ങനെ ഈ മാർക്കറ്റിനെ പഠിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് മനസ്സിലാക്കുന്നു എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിളിലോട്ട് പോവാം. ഇതിലും ഞാൻ ചാർട്ട് ഒന്ന് ആദ്യം ഹൈഡ് ചെയ്ത് കാണിക്കാം. ചാർട്ട് ഹൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നമ്മുടെ ബ്ലൂ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ ബ്ലൂ സപ്പോർട്ടുണ്ട്, അതുപോലെ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺസിൻ്റെ, അതുപോലെ എന്താണ് നമ്മുടെ ബ്രേക്കർ ബ്ലോക്ക് ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പം ചാർട്ടിലേക്ക് വീണ്ടും പോയി കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു പാറ്റേൺ ഫോം ആയിരിക്കുന്നത് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആണെങ്കിലും എന്താണ്? റീടെസ്റ്റ് തന്നെയാണ് സംഭവിക്കേണ്ടത്. രണ്ടിലും ഒരേ കോൺസെപ്റ്റ് തന്നെയാണ്. ഇവിടെ രണ്ടും മിറ്റിഗേറ്റായി ഫോളായി, വീണ്ടും മിറ്റിഗേറ്റായി ഫോളായി, കണ്ടോ? അതായത് കോൺസെപ്റ്റ് പ്രകാരം സെല്ലേഴ്സ് ഉള്ള ഏരിയയിൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ സെല്ലിംഗ് നടക്കും. മനസ്സിലായോ? ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോപ്പർ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ ICTയോ അല്ലെങ്കിൽ സ്ട്രക്ചർ ഷിഫ്റ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന പാറ്റേൺസോ ഒന്നുമല്ല, പ്യുവർ പ്രൈസ് ആക്ഷനാണ്. ഇതെല്ലാം ഡിറൈവ് ചെയ്തിരിക്കുന്നത് പ്രൈസ് ആക്ഷനിൽ നിന്നാണ് എന്നുള്ള സിമ്പിൾ ലോജിക്ക് മനസ്സിലാക്കാത്ത ആൾക്കാരാണ് ഇത്രയും കോംപ്ലക്സ് തിയറീസും കാര്യങ്ങളുടെയും പുറകെ പോയി പല പല സ്ട്രാറ്റജീസിൻ്റെയും പുറകിൽ പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ പ്രൈസ് ആക്ഷൻ റീഡ് ചെയ്യാൻ പഠിക്കുക. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ലാസ്റ്റ് എക്സാമ്പിളിലേക്ക് പോവാം.
ഇവിടെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം. കാര്യങ്ങളെല്ലാം നമ്മൾ വരച്ചിട്ടുണ്ട്. സെയിം ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. സപ്പോർട്ട് എടുത്തു, ആദ്യത്തെ ആ ഒരു സോൺ എടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ബ്രേക്കർ ബ്ലോക്കും എടുത്തു. രണ്ടും മിറ്റിഗേറ്റായി. വീണ്ടും താഴെ വന്നു, വീണ്ടും അതേ ഏരിയയിൽ വന്നു. നോക്കാം, ക്ലീൻ ഫോളായി. കണ്ടോ? ഇതാണ് ബ്രേക്ക് ഔട്ട് ആൻഡ് റീടെസ്റ്റ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. സിമ്പിളായി കാണുക. ഇപ്പോൾ പറയുന്ന പോലെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതാണ്, നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള തിയറീസിൽ പോവാതെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അതായത് നമുക്ക് എന്താണ് മാർക്കറ്റിൽ ആവശ്യം. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ട്രേഡിലോട്ട് എൻ്റർ ആയിക്കഴിഞ്ഞാൽ നമുക്കതിൽ ടാർഗറ്റ് അടിക്കണം, അല്ലെങ്കിൽ നമുക്കതിൽ പ്രോഫിറ്റ് കിട്ടണം. അതാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ എയിം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രോഫിറ്റ് എടുക്കുന്ന ടൈമിൽ ഇപ്പം നിങ്ങളിവിടെ യൂസ് ചെയ്തത് ICT ആണോ, SMC ആണോ, അല്ലെങ്കിൽ വെറും ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജി ആണോ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ആഫ്റ്റർ ഓൾ പ്രോഫിറ്റ് ഈസ് പ്രോഫിറ്റ്. ഓക്കെ, സോ ഇതുപോലുള്ള കാര്യങ്ങളിൽ വെറുതെ അനാവശ്യമായി ചർച്ച ചെയ്ത്, അല്ലെങ്കിൽ അനാവശ്യമായി കോംപ്ലക്സ് ആയിട്ടുള്ള തിയറീസ് പഠിച്ച് സമയം കളയാതെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. ഏതൊരു സ്ട്രാറ്റജി ആണെങ്കിലും മാർക്കറ്റിൽ വർക്കൗട്ട് ആവും. അത് എന്താണ്, പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. ഏതൊരു സ്ട്രാറ്റജി ആണെങ്കിലും മാർക്കറ്റിൽ വർക്കൗട്ട് ആവും. അപ്പോൾ എന്താണോ നിങ്ങൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് അതേ സ്ട്രാറ്റജി പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുക, എക്സിക്യൂഷൻ നടത്തുക. ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളെങ്ങനെ അതിനെ മനസ്സിലാക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. സോ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ഹെൽപ്ഫുൾ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും സേഫ് ട്രേഡിംഗ്.